സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ പോലും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു താരോദയം സംഭവിച്ചിരിക്കുകയാണ്. സുഹ്റാൻ മംദാനിക്ക് ശേഷം ഒറ്റയ്ക്ക് വഴിവെട്ടി മറ്റൊരാൾ കൂടി കടന്നു വന്നിരിക്കുന്നു. US സെനറ്റിലേക്കുള്ള മിഷിഗൺ സംസ്ഥാന പ്രൈമറി തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അബ്ദുറഹ്മാൻ സഈദ് എന്ന 40-കാരനാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ കോടികൾ ചിലവഴിച്ച് വോട്ടർമാരെ ചാക്കിടാൻ നോക്കിയപ്പോഴും സാക്ഷാൽ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി തന്നെ നേരിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കളത്തിലിറങ്ങിയപ്പോഴും അബ്ദുറഹ്മാൻ സഈദ് പതറിയില്ല. സൗമ്യമായി ചിരിച്ചുകൊണ്ട് അയാൾ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു. പ്രൈമറിയിൽ ജയിച്ചെങ്കിലും ഇനിയും കടമ്പകളുണ്ട്. എങ്കിലും ഈ വിജയം അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തെ ഉടച്ചു വാർക്കുകയാണ്. സുഹ്റാൻ മംദാനിയും അബ്ദുറഹ്മാൻ സഈദുമെല്ലാം അമേരിക്കയുടെ രാഷ്ട്രീയ ചിത്രങ്ങളാവുമ്പോൾ അത് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിലേക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ആദ്യം എന്താണ് US സെനറ്റ് എന്നും അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഘടന എങ്ങനെയാണെന്നും പറയാം. എങ്കിൽ മാത്രമേ അബ്ദുറഹ്മാൻ സഈദ് വഴിവെട്ടി വന്ന ചിത്രം മനസ്സിൽ കൃത്യമായി തെളിയൂ. അമേരിക്കയുടെ അപ്പർ ഹൗസാണ് US സെനറ്റ്. സെനറ്റാണ് അമേരിക്കയുടെ നിയമങ്ങൾ നിർമ്മിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുക. എന്നുവെച്ചാൽ അമേരിക്കയുടെ വർത്തമാനവും ഭാവിയുമെല്ലാം സെനറ്റിൻ്റെ മേശപ്പുറത്താണ്. 2 ഘട്ടമായാണ് US സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. പ്രൈമറി, ജനറൽ എന്നിവയാണ് 2 ഘട്ടങ്ങൾ. പ്രൈമറിയിൽ പാർട്ടിക്കുള്ളിലാണ് മത്സരം നടക്കുക. അഥവാ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾ പാർട്ടിക്കുള്ളിലെ മറ്റ് സ്ഥാനാർത്ഥികളോട് തന്നെയാണ് മത്സരിക്കുക. അമേരിക്കയിലെ മറ്റൊരു പ്രമുഖ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. ഓരോ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കും ജനറൽ ഇലക്ഷനിൽ അതത് പാർട്ടികളെ പ്രതിനിധീകരിക്കുക. ഇതിൻ്റെ പ്രൈമറി റൗണ്ടിലാണ് അബ്ദുറഹ്മാൻ സഈദ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. പ്രൈമറി റൗണ്ടിലല്ലേ എന്ന് വിചാരിച്ചു നിസ്സാരവൽക്കരിക്കാൻ വരട്ടെ. ഹേലി സ്റ്റീവൻസ് ആയിരുന്നു അബ്ദുറഹ്മാൻ സഈദിൻ്റെ എതിരാളി. ചില്ലറക്കാരനല്ല ഹേലി സ്റ്റീവൻസ്. 4 തവണ US കോൺഗ്രസ് അംഗം, മിഷിഗൺ ഗവർണർ ഗ്രച്ചൻ വിറ്റ്മർ, മുൻ സെനറ്റർ ഡെബ്ബി സ്റ്റാബനോ, നിലവിലെ സെനറ്റർ ഗാരി പീറ്റേഴ്സ് എന്നിവരടക്കമുള്ള പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കളുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി. സാക്ഷാൽ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ നേരിട്ടുള്ള പിന്തുണയുള്ള രാഷ്ട്രീയക്കാരൻ എന്നിവയൊക്കെയാണ് ഹേലി സ്റ്റീവൻസിൻ്റെ ഏറ്റവും ചെറിയ വിശദീകരണം. തിരഞ്ഞെടുപ്പിലെ ഒറ്റക്കൊമ്പനായിരുന്നു ഹേലി സ്റ്റീവൻസ്. എല്ലാവരും ഹേലി വിജയിക്കുമെന്ന് വിധി എഴുതി. അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ഹേലിക്ക് വേണ്ടി $70 മില്യൺ തുക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നൽകി. പക്ഷേ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഹേലിയുടെ അനുയായികൾ മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ വന്നു. ഹേലി സ്റ്റീവൻസ് അമ്പെ പരാജയപ്പെട്ടു. അതേസമയം മറ്റൊരിടത്ത് ഈജിപ്തിൽ കുടുംബവേനൂനിയ ഒരു 40 വയസ്സുകാരൻ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വെളിച്ചത്തിലേക്ക് കൂടുതൽ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഇറങ്ങി നിന്നു. ഡെട്രോയിറ്റിൽ ഒത്തുകൂടിയ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർ അയാൾക്ക് വേണ്ടി കരഘോഷങ്ങൾ മുഴക്കി. ആ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അബ്ദുറഹ്മാൻ സഈദിൻ്റെ വിജയപ്രഖ്യാപനം. അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ മുഖത്തടിച്ചുകൊണ്ട് തന്നെ അയാൾ തിരഞ്ഞെടുപ്പ് വിജയശേഷമുള്ള ആദ്യ പ്രസംഗം നടത്തി. $70 മില്യൺ പണക്കൊഴുപ്പും അക്രമവും നേരിട്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഈ പോരാട്ടം വിജയിച്ചിരിക്കുന്നുവെന്ന് അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു. പ്രസംഗം അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയെ മാത്രമല്ല സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ തന്നെ അസ്വസ്ഥതപ്പെടുത്തിയിരിക്കുകയാണ്. യഹൂദരെയും ഇസ്രായേലിനെയും വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പരാജിതൻ എന്നായിരുന്നു അബ്ദുറഹ്മാൻ സഈദിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. The maniacs are trying to destroy it with the disaster known as not socialism, communism. It's communism. These are communists. അത് സയ്യിദിന് പൂമാല നൽകുന്നത് പോലെയാണ്. കാരണം 10 കോടിയിലേറെ മനുഷ്യരുള്ള അമേരിക്കൻ സംസ്ഥാനമാണ് മിഷിഗൺ. ക്രിസ്ത്യാനികളാണ് ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും. ആ ജനങ്ങളാണ് താടിവെച്ച ഫലസ്തീൻ രാഷ്ട്രീയമുള്ള അബ്ദുറഹ്മാൻ സഈദിനെ വിജയിപ്പിച്ചത്. ആ ജനങ്ങളുടെ മനസ്സ് അമേരിക്കയുടെ മാറുന്ന രാഷ്ട്രീയ ചിത്രമാണ്. യുദ്ധവും ഭീകരാന്തരീക്ഷങ്ങളും ആ ജനങ്ങൾക്ക് മടുത്തുവെന്ന തുറന്ന പ്രഖ്യാപനമാണ് അബ്ദുറഹ്മാൻ സഈദിൻ്റെ വിജയം. മിഷിഗൺ സംസ്ഥാന നിയമസഭാ അംഗമായ അലബാസ് ഫർഹത്തിൻ്റെ വാക്കുകൾ അതിനെ അടിവരയിടുന്നു. അബ്ദുറഹ്മാൻ സഈദിൻ്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അലബാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: യുദ്ധവിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയക്കാരെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയെ വെല്ലുവിളിച്ചാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന കാലമെത്തിയിരിക്കുന്നു. ഇനി പഴയ രാഷ്ട്രീയ സ്ഥിതിയല്ല. സ്ഥാപിത രാഷ്ട്രീയ നേതാക്കൾക്ക് എളുപ്പത്തിൽ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാമെന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. വലിയ നയപരമായ മാറ്റങ്ങളും ജനങ്ങൾക്ക് സമാധാനവും ആശ്വാസവും വാഗ്ദാനം ചെയ്യുന്ന പുതിയ നേതാക്കളെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.
സെനറ്റർ ബേണി സാൻഡേഴ്സ് അബ്ദുറഹ്മാൻ സഈദിന്റെ വിജയത്തെ ആധുനിക അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അസാധാരണമായ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനി കൂടി അബ്ദുറഹ്മാൻ സഈദിനെ പ്രശംസിച്ചതോടെ സഈദിന്റെ വിജയം കൂടുതൽ തിളക്കത്തിലെത്തിയിരിക്കുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ഇനി ജനറൽ തിരഞ്ഞെടുപ്പുണ്ട്. നവംബറിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം മെയ്ക്ക് റോജേഴ്സ് ആണ് പ്രധാന എതിരാളി. മെയ്ക്ക് റോജേഴ്സിനെയും അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ വരാനിരിക്കുന്ന ജനറൽ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അത് കാത്തിരുന്ന് തന്നെ കാണണം. യുദ്ധത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും പൊറുതിമുട്ടിയ അമേരിക്കൻ ജനത അതിലൂടെ സർക്കാരിന് മറുപടി നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫലസ്തീൻ അനുകൂല നിലപാടുള്ള യുദ്ധവിരോധിയായ ഒരു സെനറ്റർ മിഷിഗണിന്റെ സെനറ്റ് ശബ്ദമാവുന്ന നാൾ വിദൂരമല്ല.